ഹൈറേഞ്ചിലെ തോട്ടം മേഖല നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും നിസ്സംഗത മാപ്പർഹിക്കാത്ത വീഴ്ചയാണെന്ന് UDF ജില്ലാ നേതൃത്വം കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കർഷകരുടെ ദുരിതം മാറ്റുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് UDF നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കൃഷിയും നിർമ്മാണവും നടത്തുന്ന ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടത്തിനും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളതെന്ന് വ്യക്തമാക്കണം. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ജില്ലയെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണം. കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. കർഷകരുടെ കടങ്ങളുടെ പലിശ എഴുതിത്തള്ളുകയും വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതുകൊണ്ട് അടിയന്തരമായി കൃഷിക്കാർ എടുത്തിരിക്കുന്ന വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. 2, ഈ വർഷത്തെ പലിശ എഴുതിത്തള്ളാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവും. കാരണം അവർക്ക് ഈ കൃഷിനാശം സംഭവിച്ച ആളുകൾക്ക് പലിശ പോലും അടയ്ക്കാനായിട്ട് അവർക്ക് നിവൃത്തിയില്ല. ആ ഒരു സന്ദർഭത്തിൽ ഈ പലിശ എഴുതിത്തള്ളാൻ ഗവൺമെൻറ് തയ്യാറാവും. പുനർകൃഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജ് തയ്യാറാവും. പ്രത്യേക പാക്കേജ് നമുക്കറിയാമല്ലോ, ഒരേക്കർ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യണമെങ്കിൽ, പുനർകൃഷി ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചെലവുകൾ, അതിൻ്റെ ഒരു ഭാഗം അവൻ ആനുകൂല്യമായി ഗവൺമെൻറ് നൽകാൻ തയ്യാറാണ്. അതിന് പ്രത്യേക പാക്കേജ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് പ്രത്യേകമായ ഒരു സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവണം. അല്ലെങ്കിൽ ഇവിടെ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇടപെടാൻ തയ്യാറാവും. കുടിവെള്ളത്തിന്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സമീപനം പ്രതിഷേധാർഹമാണ്. കുടിവെള്ളത്തിന്റെ വില ദിനംപ്രതി വർദ്ധിക്കുകയാണ്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ടാങ്കറുകളും ആവശ്യമെങ്കിൽ സ്വകാര്യ ടാങ്കറുകൾ വാടകയ്ക്കെടുത്തും ജില്ലയിലെ ജലാശയങ്ങളിൽ നിന്നും കുടിവെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ജലവിഭവ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ തലയിൽ മാത്രം വെച്ച് കെട്ടിയിട്ട് ഗവൺമെൻറ് അങ്ങ് മാറി കൈ കഴിയും മാറി നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ പണത്തിൻ്റെ അപര്യാപ്തത നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ ത്രിതല പഞ്ചായത്തുകളെ കൊണ്ട് ഈ കുടിവെള്ളത്തിൻ്റെ വിതരണം മുഴുവനും കൃത്യമായി അവരെ കൊണ്ട് ഇത് നടത്താനായിട്ട് കഴിയുന്ന കാര്യമല്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള ഡാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കൈവശം ടാങ്കർ ലോറികളുണ്ട്. ആ ടാങ്കർ പ്രത്യേകിച്ച് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം ടാങ്കർ ലോറികളൊക്കെ ഉണ്ട്. ആ ടാങ്കർ ലോറികളും അല്ലെങ്കിൽ മറ്റ് ടാങ്കർ ലോറികളൊക്കെ വാടകയ്ക്കെടുത്ത് കൃത്യമായും ജലാശയങ്ങളിൽ നിന്നും ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവണം. അല്ലാതെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാര്യം നടക്കുന്നു. തേയില, കാപ്പി, കുരുമുളക്, കൊക്കോ, ഗ്രാമ്പു, ജാതി എന്നീ കൃഷികൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. ഇത് ഒരു ദുരന്തബാധിത മേഖലയായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാധാരണ ഇത്തരം വരൾച്ചകൾ ഉണ്ടാകുമ്പോൾ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ജോയിൻ്റായിട്ട് ഇതിനെപ്പറ്റി കണക്കുകൾ എടുക്കുകയും കൃത്യമായിട്ട് ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും നിവേദനം കൊടുക്കും. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം കൊടുക്കും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കാര്യത്തെപ്പറ്റി ഈ 2 വകുപ്പും, കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ആലോചിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പിൻ്റേതായ ഒരു പ്രസ്താവന വന്നു. 43 കോടി രൂപയാണ് ഇടുക്കി ജില്ലയിൽ മൊത്തം നാശനഷ്ടം ഉണ്ടായതെന്ന്. ഈ കണക്ക് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ ഹൈറേഞ്ച് മേഖലയുടെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ചു. അത് അടിമാലി മുതൽ കുമിളി വരെയുള്ള അല്ലെങ്കിൽ ഹൈറേഞ്ചിൻ്റെ എല്ലാ മേഖലകളിലും സഞ്ചരിച്ചപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എന്ന് പറയുന്നത് 43 കോടിക്ക് മുതൽ അല്ല, നമുക്കറിയാം 40,000 കോടിയുടെ മുകളിൽ നഷ്ടം വന്നിട്ടുണ്ട്. കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഒരു ഏലച്ചെടിക്ക് അത് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കൃഷി ചെയ്ത് അത് ആദായത്തിലേക്ക് വരണമെങ്കിൽ 3 വർഷം കഴിയണം. വാർത്താ സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ MG ജേക്കബ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, CMP ജില്ലാ പ്രസിഡന്റ് KA കുര്യൻ, OR ശശി എന്നിവർ പങ്കെടുത്തു.